ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ മനോജേട്ടുണ്ട്. അപ്പോൾ ഞാനും മനോജേട്ടനും ഇപ്പോൾ ഒരു വെച്ച് നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ വേറൊന്നല്ല, ഇദ്ദേഹം പറഞ്ഞ കരിന്തേളിനെ ഞാൻ കൈകൊണ്ട് പിടിക്കുന്ന പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു നടക്കൂല പറഞ്ഞത്. തീർച്ചയായും പറഞ്ഞത് ഞങ്ങള് പിടിക്കില്ല. ഞാൻ പറഞ്ഞു പിടിക്കും. കുത്ത് കിട്ടിയാൽ ഞാനല്ല അതിന്റെ ഉത്തരവാദിയെ. ഇല്ല, കുത്തില്ല. ഒരു ജീവികളും അങ്ങോട്ട് ഉപദ്രവിക്കില്ല. പാമ്പായാലും തേളായാലും. നമുക്ക് നോക്കാം എന്താണ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ലാസ്റ്റ് എന്താ നടക്കുന്നത് നമുക്ക് ഇത് കറക്റ്റ് കാണാൻ പറ്റൂ. ഓക്കെ ആണ് ഞങ്ങള് പിന്നെ മീൻ വളർത്തുന്ന ടാങ്കാണ്. അപ്പൊ അവിടെയാണുള്ള തേളില്. അപ്പൊ തേളിനെ നിങ്ങൾ ആദ്യം കണ്ടിടാ. കരിന്തേളിന അതാണ് കരിന്തേള്. നല്ല ജീവനുള്ള നല്ല പവറുള്ള തേളാണിത്. അപ്പൊ ഇദ്ദേഹത്താണ് കൈ കൊണ്ട് പിടിക്കാൻ കണക്കാക്കുന്നത്. അപ്പൊ അദ്ദേഹം നമ്മുടെ വാക്ക് വലിച്ചിട്ടുണ്ട്. ഈ കക്ഷി ഒരിക്കലും ഉപദ്രവിക്കില്ല. ഇയാളെ ഉപദ്രവിച്ചാൽ മാത്രമേ ഇയാൾ ഉപദ്രവിക്കൂ. ഇത് പാമ്പല്ല തേളായാലും അങ്ങോട്ട് ഉപദ്രവിച്ചാൽ മാത്രമേ ഉപദ്രവിക്കൂ. മനുഷ്യന്മാർ മാത്രമാണ് അല്ലാണ്ട് ഉപദ്രവിക്കുന്ന ആൾക്കാർ. ഇതുണ്ടല്ലോ, ഇത് നിങ്ങളുടെ ശരീരത്തിൽ എവിടെ വേണേ വെച്ചാല് അത് ചുമ്മാ കേറി പോയിക്കോളും. ഒന്ന് താഴേക്ക് ഇറങ്ങണോ. നമുക്ക് കരിന്തേളാണ് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ആണ് കരിന്തേള്. ഏറ്റവും വിലപിടിപ്പുള്ള വിഷം തേളിന്റെ വിഷ. പക്ഷെ ഈ തേള് നമ്മളെ ഉപദ്രവിക്കാണ്ട് അങ്ങോട്ട് ഉപദ്രവിക്കാണ്ട് നമ്മളെ ഉപദ്രവിക്കില്ല. ഇതിനൊക്കെ എവിടെ വേണേ വെക്കാം. കയ്യിന്റെ മുകളിലോ തലയിലോ എവിടെ വേണേ വെക്കാം. മുടികളെ കൊണ്ട് കുത്തേക്കില്ല. മുടിയിലെ കൊണ്ടല്ല, അത് എന്റെ കയ്യിന്റെ മുകളിലല്ലേ കിടക്കുന്നത്. എന്തുകൊണ്ടാ കുത്താത്ത്? നിങ്ങൾ ഷർട്ടിലൊക്കെ വെച്ചിട്ട് അവിടെ പറ്റി പിടിച്ചടക്കും. അതുണ്ട്. ഇത് അയാൾക്ക് എന്തോ പേടി തോന്നിയിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ അഴിഞ്ഞു പോകും. ഇപ്പൊ വെച്ച പൈസ എടുക്കും പോരെ. ഇപ്പം തരാം.